റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ ഗൗരവം വളരെ പല തവണകളിലായി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിൽ ഉണർത്തിച്ചു. ഞങ്ങൾ പറയാണ്, മല്ലം യുസല്ലി സ്വലാത്തൽ ഫജ്ർ, ഒരാൾ സുബ്ഹി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ലം യകുൻ ഫീ റിസ്ഖിഹി ബർക്കത്ത്, അന്നത്തെ ജീവിതത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. സുബ്ഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അന്ന് ജീവിതത്തിൽ പിന്നെ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അന്ന് പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അന്നൊരു ഒരു സുഖമില്ലാത്ത ഒരു ജീവിതം, ഒരു ദിവസമായിരിക്കും. വമൻ ലം യുസല്ലി സ്വലാത്തൽ ളുഹർ, ഒരാൾ ളുഹർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ലം യകുൻ ഫീ വജ്ഹിഹി നൂർ, അയാളുടെ മുഖത്ത് ഒരു പ്രസന്നത ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല. അയാളുടെ മുഖത്തെ കണ്ട് നോക്കിയാൽ ഒരു സുഖം ഉണ്ടാവില്ല, ഒരു എന്തോ ഒരു വിഷമം, ഒരു പ്രയാസം അയാളുടെ മുഖത്തുള്ളത് പോലെ മനസ്സിലാവും ളുഹർ നിസ്കരിച്ചിട്ടില്ല. വമൻ ലം യുസല്ലി സ്വലാത്തൽ അസ്ർ, അസ്ർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ലം യകുൻ ഫീ അഅ്ളാഇഹി ഖുവ്വത്തുൻ, അവയവങ്ങളിലൊന്നും ഒരു ബലം ഉണ്ടാവില്ല. പിന്നെ കാല് കടച്ചില്, കാൽമുട്ട് കടച്ചില്, ഊര കടച്ചില്, കൈ കടച്ചില്, വേദന, ഇങ്ങനൊക്കെ ആയിരിക്കും അസ്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. ഒരു ആരോഗ്യം ഉണ്ടാവില്ല അവയവങ്ങളിൽ. വമൻ ലം യുസല്ലി സ്വലാത്തൽ മഗ്രിബ്, ഒരാൾ മഗ്രിബ് നിസ്കാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ലം യകുൻ ഫീ തആമിഹി ലദ്ദത്ത്, അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു രുചി ഉണ്ടാവില്ല. എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചാലും, എത്ര മുന്തിയ VIP ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണത്തിലൊന്നും ഒരു രുചി ഉണ്ടാവില്ല. സ്വന്തം ജോലി ചെയ്ത് അധ്വാനിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വന്ന സമ്പാദ്യം, ആ സമ്പാദ്യത്തിൽ നിന്ന് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയ മീൻ വെച്ച്, ആ സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ അരി, ആ അരി വെച്ചിട്ടുള്ള ചോറും കൂട്ടാനും നമുക്ക് തിന്നാൻ തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല, ഒരു രുചി ഉണ്ടാവില്ല. ഓർക്കാനിക്കാൻ വരിക, ഛർദ്ദിക്കാൻ വരിക. പിന്നെ ആ സ്ഥാനത്ത് അതെന്താ ഹലാലായി നമ്മൾ വളരെ ഭംഗിയായി നമ്മുടെ വീട്ടിലുള്ള നമ്മള് പിന്നെ ചെലവ് കൊടുത്ത് വളർത്തുന്ന നമ്മുടെ ഭാര്യ, നമ്മളോട് വേണ്ടപ്പെട്ടവർ ഉണ്ടാക്കുന്ന, മനസ്സറിഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം വേണ്ടെന്ന് വെച്ച് പിന്നെ നമ്മൾ പീടിയിൽ വന്ന് ഹോട്ടലിൽ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചെങ്കിലേ നമുക്കൊരു റാഹത്ത് കിട്ടും. ലം യകുൻ ഫീ റിസ്ഖിഹി ഫീ തആമിഹി ലദ്ദത്തുൻ, മഗ്രിബ് നിസ്കാരം വേണ്ട പോലെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഭക്ഷണം, അയാളുടെ സ്വന്തം റിസ്ഖ്, അയാൾക്ക് കൊടുക്കുന്ന, അയാളുടെ സമ്പാദ്യത്തിലൂടെ കൊടുക്കുന്ന റിസ്ഖ് തആം, ആ ഭക്ഷണത്തിൽ അയാൾക്ക് ഒരു ലദ്ദത്ത് കിട്ടൂല, ഒരു രസം കിട്ടൂല. വമൻ ലം യുസല്ലി സ്വലാത്തൽ ഇശാ, ഒരാൾ ഇശാ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ ലം യകുൻ മുഅ്മിനൻ ഫി ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും അവൻ മുഅ്മിനല്ല, പാരത്രിക ലോകത്തും അയാൾ മുഅ്മിനീങ്ങളുടെ പട്ടികയിൽ അയാൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ 5 വഖത്ത് നിസ്കാരം നിസ്കരിച്ചാൽ മതി, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി. പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്കോ ഒരു ഡോക്ടറെ അടുത്തേക്കോ കാൽമുട്ട് വേദന, അവിടെ വേദന, ഇവിടെ വേദന, കസാരത്തിൽ നിസ്കരിക്കേണ്ടി ഒന്നൊരവസ്ഥ വരില്ല. കൃത്യമായി നേരം പോലെ ഈ 5 വഖത്തുകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, അതോടൊപ്പം ഹബീബ് തങ്ങൾ പറയുന്നത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? നമുക്ക് തോന്നുമ്പോഴും നമുക്ക് ഒഴിവുണ്ടാവുമ്പോഴും നല്ല നിസ്കരിക്കേണ്ടത്. അജ്ജിലൂ ബിസ്സലാത്തി ഖബലൽ ഫൗസ്, നഷ്ടപ്പെടുന്നതിന്റെ മുൻപ്, ഖളാ ആകുന്നതിന്റെ മുൻപ് നിസ്കരിക്കണം. ളുഹർ നിസ്കാരം അസറിന്റെ മുന്നേ നിസ്കരിക്കണം. അസർ നിസ്കാരം മഗ്രിബിന്റെ മുന്നേ, അസ്തമാനത്തിന്റെ മുന്നേ നിസ്കരിക്കാം. ഓരോ വഖത്തും ഖളാ ആകുന്നതിന്റെ മുൻപ് നിസ്കരിക്കാം. ഇപ്പോ സുബ്ഹി നിസ്കാരം ഓരോ വഖത്തിലും നമ്മൾ സമയം നിശ്ചയിക്കുമ്പോൾ ളുഹർ നിസ്കാരം അസ്ർ വരെ ടൈമുണ്ട്, അസ്ർ നിസ്കാരം മഗ്രിബ് വരെ ടൈമുണ്ട്, ഇശാ നിസ്കാരം സുബ്ഹി വരെ ടൈമുണ്ട്. എന്നാൽ മഗ്രിബിനും സുബ്ഹിക്കും ആ ടൈമില്ല. സുബ്ഹി നിസ്കാരം ളുഹർ വരെ ടൈമുണ്ട്, മഗ്രിബ് നിസ്കാരം ഇശാ വരെ ടൈം ഇല്ല. സുബ്ഹി നിസ്കാരം 6 ഒരു മണിക്കൂർ കഴിഞ്ഞാൽ, ബാങ്ക് കൊടുത്ത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ സുബ്ഹി ഖളായി. മഗ്രിബ് നിസ്കാരം അങ്ങനെ തന്നെ, മഗ്രിബ് ബാങ്ക് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ മഗ്രിബിന്റെ ടൈം കഴിഞ്ഞു, ഇശാ വരെ ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോ നഷ്ടപ്പെടുന്നതിന്റെ മുൻപ്, ഖളാ ആകുന്നതിന്റെ മുൻപ് നിങ്ങൾ നിസ്കരിക്കണേ. മരിക്കണേന്റെ മുന്നേ നിങ്ങൾ തൗബ ചെയ്യണേ. എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റൂല. അതൊരിക്കലും നമുക്ക് ഒരാൾക്കും നിർണയിക്കാനോ നിശ്ചയിക്കാനോ കഴിയില്ല. രോഗം വന്നു, വെള്ളാർക്കണില്ല, മുണ്ടിടില്ല, അനങ്ങണില്ല, ICUലാണ്, എന്നാ അയാൾക്ക് അടുത്ത മണിക്കൂറിൽ, അടുത്ത സെക്കൻഡിൽ മരിക്കും, പറയാൻ പറ്റൂല. ആർക്കെടുത്ത മാസങ്ങളോളം വർഷങ്ങളോളം കെടുക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ എപ്പോഴാ മരിക്കാന്ന് പറയാൻ കഴിയില്ല. മരണം അങ്ങനെയാണ്. അപ്പൊ മരിക്കണതിന്റെ മുന്നേ തൗബ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും തൗബയുടെ ഒരു മനസ്സ്,
പശ്ചാത്താപത്തിന്റെ ഒരു ഹൃദയവുമായിട്ട് നമ്മൾ ജീവിക്കണം എന്നാണ്. കാരണം അവലുമായി ഒരു മനുഷ്യൻ മരണപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ ആദ്യം അവരോട് വിചാരണ ചെയ്യപ്പെടുക അസ്വര നിസ്കാരത്തെ കുറിച്ചാണ്. ആദ്യമായിട്ട് അവരോട് ചോദിക്കുക നിസ്കാരത്തെ കുറിച്ചായിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന് ശേഷം മുസ്ലിമായ ഒരു മനുഷ്യനോട് നീ മുസ്ലിമായില്ലേ എന്റെ മുസ്ലിമായി നീ ആവാതിരുന്നത് ചോദിക്കൂലല്ലോ. മുസ്ലിമായ ഒരു മനുഷ്യൻ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളോട് ആദ്യമായിട്ട് അല്ലാഹു ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ആദ്യത്തെ ചോദ്യത്തിന് തന്നെ കൃത്യമായ മറുപടി നമ്മുടെ അടുക്കലില്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളിലൊക്കെ പതറും. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നമ്മൾ വാക്കാൽ ഉണ്ടാക്കി വെക്കല്ല വേണ്ടത്, പ്രവൃത്തിയാൽ ഉണ്ടാക്കണം. ഞാനത് ചെയ്തു തീർക്കണം. നിസ്കാരം കൃത്യമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന അവസാനത്തെ വക്കത്ത് പോലും ഞാൻ നിസ്കരിച്ച് ഭംഗിയായി നിസ്കരിച്ചിരിക്കണം. അത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ നിസ്കാരം ഉള്ള ഒരാൾ ഇല്ലാത്ത ഒരാൾ ഇനി എന്തെന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടായിരിക്കണം. എത്രത്തോളം അതിന്റെ ഗൗരവം അല്ലാഹുവിന്റെ റസൂൽ ഊന്നി പറഞ്ഞു എന്നറിയോ? നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ശിക്ഷയെ കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന പരീക്ഷണത്തെ കുറിച്ചോ അവന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചോ ഒന്നുമല്ല നബി തങ്ങൾ പറഞ്ഞത്. നിസ്കരിക്കാത്ത ഒരാളെ സഹായിച്ചാൽ, നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളെ സഹായിച്ചു, ഒരു ഉരുള ഭക്ഷണം കൊടുത്തിട്ട് നിസ്കരിക്കാത്ത ആളാണ്, പള്ളിയിൽക്കൊന്നും പോകില്ല, നിസ്കരിക്കൊന്നുമില്ല, വെള്ളിയാഴ്ച ചുമക്ക് വരും മണിഞ്ഞൊരിക്കിട്ട്, അത് തന്നെ എല്ലാവരും ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ് എന്തെങ്കിലും ഒരു പിത്തം ഉണ്ടാക്കാൻ വരേണ്ടതാണ്. അങ്ങനെ നിസ്കരിക്കാത്ത ഒരാളെ ഒരു നേരത്തെ ഭക്ഷണം എന്നല്ല പറഞ്ഞത്, ഒരു ഉരുള ഭക്ഷണം കൊടുത്ത് സഹായിച്ചാൽ ഉത്തരവി പറയാണ്, സ്വന്തം കൈകളെ കൊണ്ട് 1000 തവണ കഅബ പൊളിച്ചവനെ പോലെയാണ്. കഅബ ശരീഫ് പൊളിക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരാൾക്കും സ്വപ്നത്തിലെ വിചാരിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നത് കഅബ ശരീഫ് ജീവിതത്തിൽ ഒന്ന് തൊടാൻ പറ്റണമെന്നാണ്. അത് തൊടാൻ കിട്ടണേ, കഅബ ഒന്ന് തൊടാൻ കിട്ടണമെന്നാണ്. ഇതെന്താ പറയുന്നത്? നിസ്കരിക്കാത്ത ആൾക്ക് ഒരു മിഠായി കൊടുത്താൽ, അയാളൊന്ന് സന്തോഷിപ്പിച്ചാൽ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത, ഒരു ഉരുള ഭക്ഷണം കൊടുത്താൽ, ആ കൊടുത്ത ആള് നിസ്കരിക്കാത്ത ആളല്ല, ആ കൊടുത്ത ആള് 1000 തവണ മക്കത്ത് പോയിട്ട് കഅബ പൊളിച്ചവനെ പോലെയാണ്. അപ്പൊ എന്തായിക്കഴിഞ്ഞ ഗൗരവം? മറ്റൊരു ഹദീസിൽ മുത്തനബി പറയുന്നത്, നിസ്കരിക്കാത്ത ആൾക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്തു, അതല്ലെങ്കിൽ ഒരവർക്ക് വെള്ളം കൊടുത്തു. നിസ്കരിക്കാത്ത ആൾക്ക് ദാഹിച്ചു പറഞ്ഞപ്പോ ഒരവർക്ക് വെള്ളം കൊടുത്തു. അതല്ലെങ്കിൽ ഒരു കഷ്ണം, ഒരു കീറക്കഷ്ണം തുണി കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്താൽ മുഴുവൻ പ്രവാചകന്മാരെയും കൊന്നവനെ പോലെയാണ്. മുഴുവൻ പ്രവാചകന്മാരെ നമുക്ക് മുഗല്ലമായ നജസാക്കിയതാണ് അല്ലാഹു നായയെ. നായ ഒട്ട സാധനം 7 തവണ കഴുകണമെന്നാണ്. നായനെ എത്ര കഴുകിയാലും ശുദ്ധിയാവില്ല. നായ തൊട്ട സ്ഥലം അത് 7 തവണ കഴുകണം. അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ആ നായ വിശന്നു വലഞ്ഞിട്ട് ചാവാൻ പോവാൻ. എന്നാൽ നിസ്കരിക്കാത്ത ഒരു മുസ്ലിം അവിടെ ഉണ്ടെങ്കിൽ, നിസ്കരിക്കാത്ത ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ, ആ മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് ആ മനുഷ്യന്റെ മാംസം കഷ്ണമാക്കിയിട്ട് ഈ നായക്ക് കൊടുത്തിട്ട് ചാവാൻ പോകുന്ന നായന്റെ ജീവൻ രക്ഷപ്പെടുത്താമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പോ ഒരു മുഗല്ലമായ നജസാക്കി മാറ്റി നിർത്തിയ നായന്റെ വരെ പോലും നിസ്കരിക്കാത്ത മനുഷ്യർക്ക് ഇല്ല എന്നാണ്. അത്രയും ഗൗരവമാണ് പറഞ്ഞത്. ആ നിസ്കരിക്കാത്ത ആള് ആ ആൾക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിച്ചാൽ അയാൾ മുഴുവൻ പ്രവാചകന്മാരെയും കൊന്നവനെ പോലെയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തുനബി വരെയുള്ള 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരെ കൊന്നവനെ പോലെയാണ്. മാത്രമല്ല 3 പരീക്ഷണങ്ങളെ കൊണ്ട് അവനെ അല്ലാഹു പരീക്ഷിക്കും. നിസ്കരിക്കാത്തവനക്ക് എന്തെങ്കിലും കൊടുത്താൽ, ഒരവർക്ക് വെള്ളം കൊടുത്താൽ, ഒരു തുണി കഷ്ണം കൊടുത്താൽ, ആ കൊടുത്ത ആളെ 3 പരീക്ഷണങ്ങളെ കൊണ്ട്. ഏതാണ് ആ പരീക്ഷണങ്ങൾ? അയാളുടെ ജീവിതത്തിൽ ഒരു ബർക്കത്തുണ്ടാവൂല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് പണിയെടുക്കുന്നുണ്ടാവും. പക്ഷേ ഒന്നും ആ പണിയെടുത്തിട്ട് ജോലി ചെയ്തിട്ട് അതിലൊന്നും മിച്ചം കാണൂല. ഒരു ബർക്കത്തുണ്ടാവൂല, ലിസ്റ്റില് ബർക്കത്തുണ്ടാവൂല അയാൾക്ക് എന്നാണ്. മാത്രമല്ല നബി തങ്ങൾ പറയാണ്,
യുസല്ലിത്തുല്ലാഹു തആല അലൈഹി അമീറൻ ജാഹിറ. പിന്നെ ആ ആളെ ഭരിക്കുന്ന ഭരണാധിപന്മാർ അക്രമിയായ ഭരണാധിപനായി, ലാ യർഹമുഹു, ഒരു കരുണയില്ലാത്ത കണ്ണിച്ചോരയില്ലാത്ത ഭരണാധിപന്മാരായിരിക്കും ഭരിക്കുക എന്നാണ്. അതുപോലെ തന്നെ യഖ്റുജു മിനദ് ദുനിയാ ബിഗൈരിൽ ഈമാൻ, ഈമാൻ ഇല്ലാതെ ദുനിയാവെന്ന് ഭരിച്ചു പോണ്ടി വരും. നിസ്കരിക്കാത്ത ആളെ എന്തെങ്കിലും കൊടുത്ത് സഹായിച്ചാൽ ഈ സഹായിച്ച ആള് ഈമാൻ ഇല്ലാതെ ഭരിച്ചു പോണ്ടി വരും എന്നാണ്. അപ്പോ നിസ്കാരം ഇല്ലാത്ത ആളോട് കൂട്ടുകെട്ടുകയോ അയാളെ സഹായിക്കുകയോ അയാളെ സന്തോഷിപ്പിക്കുകയോ അയാളെ സ്നേഹിക്കുകയോ ചെയ്ത ആൾക്ക് ആണ് ഇത്രയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരിക എന്ന് മുത്തുനബി 1400 വർഷങ്ങൾക്ക് മുൻപ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരത്തിന്റെ വിഷയം എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അല്ലാഹു അതൊക്കെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നീ കബൂലാക്കണേ റബ്ബേ. മുത്തുനബിയുടെ ഹദീസ് കേട്ടിട്ടാണ് ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾ ആരംഭിക്കുന്നത്. ആ ദിവസത്തിലുടനീളം മുത്തുനബിയുടെ ഇടപെടൽ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവിടുത്തെ മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ സുന്നത്തുകൾ ഹുബ്ബ് വെക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇന്നത്തെ സുദിനം ഞങ്ങൾക്ക് ഖൈറിന്റെ, റാഹത്തിന്റെ, സലാമത്തിന്റെ, ശിഫയുടെ ദിവസമാക്കണേ തമ്പുരാനെ. ഇന്ന് ഞങ്ങൾക്ക് ഒരു വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടാകരുതേ റബ്ബേ. ഞങ്ങൾക്ക് ഇന്ന് ടെൻഷനുള്ള ദിവസമാകരുതേ റബ്ബേ. ഇന്ന് ഞങ്ങൾ ഒരു അപകടത്തിൽ പെടരുതേ റബ്ബേ. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഇന്ന് ഞങ്ങളുടെ തിന്മയുടെ ഏഴിനെ നീ ബ്ലാങ്ക് ആക്കി മാറ്റണേ തമ്പുരാനെ. പഠിച്ചവനെ, ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ, ഞങ്ങളുടെ ചുറ്റുഭാഗത്തും അന്ത്യവിശ്രമം കൊള്ളുന്നവർ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. മരിക്കുന്നത് വരെ നിന്റെ പൊരുത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. അവസാനം മുത്തുനബിയുടെ ജിവാലിലായി ഫിർദൗസിൽ ഞങ്ങൾക്ക് കുടുംബസമേതം സന്തോഷത്തിന്റെ ശാശ്വത ജീവിതം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.